നിങ്ങൾ സ്വന്തം സഹോദരിക്കോ ഒരു അമ്മയ്ക്കോ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന്. പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും നമ്മളെ കളിയാക്കുമ്പോൾ. നമുക്കൊരു വിജയം വരുമ്പോഴത്തേക്കും കൂടെ നിൽക്കാൻ എല്ലാവരും കാണും. എല്ലാവരും മീൻസ് റിലേറ്റീവ്സ്, നമ്മളെ വിളിച്ച് തിരക്കാനായിട്ട് ആൾക്കാർ ഒത്തിരി പേര് കാണും. നമുക്കൊരു കുറച്ച് ആളുകൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ്. അതായത് അപർണ എന്ന പേരിനകത്തുള്ള, അതായത് അപ്പൂസ് എന്നായിരിക്കും ഭൂരിഭാഗം പേർക്ക് ആ പുള്ളിക്കാരനെ അറിയാവുന്ന. അപ്പൊ ആ ഒരു പുള്ളിക്കാരിയുടെ ഒരു ലീക്ക്ഡ് ആയിട്ടുള്ള ന്യൂഡ് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങി എന്നുള്ള പേരിനകത്ത് ഒരു സംഭവം കുറച്ച് ആളുകൾക്ക് മുന്നേ ഈ കേട്ടൊരു സംഭവമാണ് ഇത്. അപ്പൊ ആ ഒരു ടൈമിനകത്ത് തന്നെ ഈ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നേച്ചാൽ അത് ഫേക്ക് ആണ് എന്നുള്ള പേരിനകത്ത് കുറെ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നേച്ചാൽ അപ്പൊ ആ ഒരു ടൈമിനകത്താണെങ്കിലും എല്ലാവരും ബ്ലെയിം ചെയ്തേച്ച് ഈ ഒരു പുള്ളിക്കാരനാണ്. കാര്യം അത് ഉറപ്പായിട്ടും അങ്ങനെയാണ്. എപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ആൾക്കാർ ബ്ലെയിം ചെയ്യണതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട്. കാര്യം ഇപ്പൊ ആ പുള്ളിക്കാരി പറഞ്ഞത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടും അത് വിശ്വസിക്കാണ്ട് അത് ഒറിജിനലാണ്, നീ അതിപ്പോ ഫേക്ക് ആണെന്ന് വെറുതെ പറയണയാണ് എന്നുള്ള രീതിക്ക് പറഞ്ഞു തീർക്കാനായിരിക്കും ആൾക്കാർക്ക് കൂടുതലും താല്പര്യം. കാര്യം അങ്ങനെ വരുത്തി തീർത്താലാണ് അവരെ കൂടുതൽ ആൾക്കാർക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ വന്ന സമയം ആ ഒരു പുള്ളിക്കാരി ഭയങ്കര രീതിക്കുള്ള ഡിപ്രഷൻ അതിൽ കൂടെയൊക്കെയാണ് കടന്നു പോയതെന്നൊക്കെയാണ് ആ ഒരു ടൈമിനകത്ത് അറിഞ്ഞത്. പിന്നെ കുറെ നാൾ ഈ ഒരു സംഭവത്തിനെ പറ്റി യാതൊരു അറിവുമില്ല. പിന്നെ ഒരു ദിവസം ഈ പുള്ളിക്കാരി പുതിയൊരു ഇൻസ്റ്റേറ്റൊക്കെ വരുന്നത് കണ്ടിട്ട് പിന്നെ കുറെ ഇൻസ്റ്റേനകത്ത് ഇപ്പൊ റീലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ഇൻസ്റ്റേനകത്ത് റീലും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് എന്താ, ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരാള്. അപ്പൊ നമുക്കറിയില്ല ഇവരെന്താണ് ആ ഒരു സിറ്റുവേഷനകത്ത്, അതായത് മുന്നേ ഈ ഒരു സംഭവം ഇറങ്ങിയ ടൈമിനകത്തൊക്കെ ഇവർ എന്ത് സിറ്റുവേഷനകത്ത് കൂടെ കടന്നു പോയെന്നൊന്നും നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റൂല. അപ്പൊ അവര് തന്നെ അവരുടെ എക്സ്പീരിയൻസ് പറയുന്ന ഒരു ഇന്റർവ്യൂ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് കണ്ടുപോകാം. ഇത് വരുന്നത് തന്നെ ഒരു ബ്രേക്കപ്പിന്റെ ഒരു ശേഷമാണ്. അതിപ്പം ആ വീഡിയോ അത് ഫേക്ക് ആയിട്ടും അതല്ലെന്ന് പറയാനായിട്ട് എനിക്ക് ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് എന്ന് പറയാനും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഒന്ന് വിളിച്ചു ചോദിക്കാനാണേലും ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ നമ്മൾ മനസ്സിലാക്കും നമുക്ക് നമ്മളെ ഉള്ളൂ, കാര്യം കാണാൻ മാത്രം നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് ആരും ഉണ്ടായിരിക്കില്ല. ഇത് ഈ ഷെയർ ആയി വന്നോ ഒരുപാട് ഒത്തിരി പേര് എന്നെ വിളിച്ച്, ഒത്തിരി ഫ്രണ്ട്സ് ആയാലും ഒത്തിരി പേര് വിളിച്ച് ഇന്ന പോലെ വീഡിയോ ഇറങ്ങി ഈ വിളിച്ച് പറയാൻ ഒത്തിരി പേര് ആൾക്കാരുണ്ടായിരുന്നു. വിളിച്ച് പറയാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എനിക്കതൊന്ന് ഷെയർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എടി അത് ഫേക്ക് ആണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല കൂടെ. എന്ത് ചെയ്യാൻ പറ്റും? അതങ്ങനെയാണ്. നമ്മുടെ ഒരു നല്ല കാലം വരുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന പലരും നമുക്കിപ്പോൾ ഒരു കഷ്ടകാലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ഒരു മോശ സമയം വരുമ്പോഴൊന്നും ഇവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സെയിം സാധനം തന്നെയാണ് ഇവിടെ ഈ പുള്ളിക്കാരി പറയുന്നത്. അതായത് പുള്ളിക്കാരിക്ക് ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോ വന്ന ടൈമിനകത്ത് അതിപ്പോ ഒരു ഫേക്ക് ആണെന്ന് അതൊന്നും പറഞ്ഞ് ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ പോലും ഉണ്ടായില്ലാന്ന്. അപ്പൊ പുള്ളിക്കാരി തന്നെ വന്നിട്ട് പറയുന്നതല്ലാണ്ട് ഇപ്പൊ വേറെ ആരെങ്കിലും ഇപ്പൊ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ സംഭവം നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പൊ എല്ലാവരും ആ ഒരു ടൈമിനകത്ത് നമ്മളെ ബ്ലെയിം ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ പുള്ളിക്കാരി ആ ഒരു സിറ്റുവേഷനകത്ത് കൂടെ എന്ത് ഇതായിരിക്കുമല്ലേ. കാര്യം ഇപ്പൊ നമ്മുടെ ഒരു ഇതേപോലത്തെ ഒരു വീഡിയോ വന്ന് എന്ന് എല്ലാവരും പറയുന്നു. ആ ഒരു വീഡിയോ നമ്മുടെ അല്ലാന്ന് നമുക്കറിയാം. പക്ഷെ അത് നമ്മൾ പറഞ്ഞിട്ടാരും വിശ്വസിക്കാനുള്ള അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അപ്പൊ അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്കൊക്കെ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിന് എത്രത്തോളം ഡെപ്ത് അതിനുണ്ട് എന്നൊന്നും നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് ബാക്കി കേട്ടോ. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ആ ചേട്ടന്മാരോട് പോലും ചേട്ടാ ഇത് ഞാനല്ല എന്ന് പറഞ്ഞപ്പം 2 ബ്ലൂടിക്ക് ഉണ്ടായിരുന്നല്ലേ? റിപ്ലൈ ഇല്ലായിരുന്നു. ഞാൻ അത് വല്ലാത്തൊരു സിറ്റുവേഷൻ. ഞാൻ എപ്പോഴും അത് പറയുന്ന ഒരു കാര്യം പറയും. ശരിക്കും ആ കണ്ണുകളിലുണ്ട് കേട്ടോ വിഷമം. അവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ പോലും അപ്പൂസിന്റെ വേണ്ടി അവരെന്നെ സഹായിക്കുമെന്നായിരുന്നു അപ്പൂസെ? ഉണ്ടായിരുന്നു. ആൾക്കും അറിയായിരുന്നു അവര്. ഈ കഥകളെല്ലാം അവർക്ക് അറിയായിരുന്നു റിലേഷൻ ഉണ്ടായിരുന്നെന്നും. പക്ഷെ ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയത് പോലും അവർ വിശ്വസിച്ചു പോയി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥ, മരിക്കാൻ വരെ തോന്നിയില്ലായിരുന്നോ? ഓക്കെ. അപ്പൊ ആ ഒരു ടൈമിനകത്ത് ഇറങ്ങിയ പല കഥകളും ഉണ്ട്. അതായത് ഈ പുള്ളിക്കാരി വേറൊരു പുള്ളിക്കാരനെ ബ്രേക്കപ്പ് ആയെന്തോ പറ്റിച്ചിട്ട് വേറെ ആരാണ്ടിനെയും കൂടെ പോയി അങ്ങനത്തെ രീതിക്കുള്ള പല രീതിക്കുള്ള കഥകൾ ആ ഒരു ടൈമിനകത്ത് വന്നേച്ചാൽ ആ ഒരു കഥകളിനകത്തൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എന്താണെങ്കിലും ഇപ്പൊ ഈ പുള്ളിക്കാരി ഇങ്ങനൊരു പറഞ്ഞ കഥകളൊക്കെ സത്യമാണെങ്കിൽ തന്നെ ഇതാണോ അതിനൊരു സൊല്യൂഷൻ? അതായത് ഇപ്പൊ ഇതേപോലെയുള്ള ഒരു വീഡിയോ ഇറക്കി അതേപോലെ നമ്മൾ ഒരാൾ പറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വഴി നോക്കി നമ്മുടെ
ഇതായിട്ട് മൂവ് ഓൺ ചെയ്യുക. അല്ലാണ്ട് ഇപ്പൊ അയാളുടെ ജീവിതം നശിപ്പിക്കുക, അത് ഇതേപോലത്തെ ഒരു രീതിയിൽ അത് മോർഫഡ് ആയിട്ടുള്ള ഇത്, അതിപ്പോ റിയൽ ആണെങ്കിൽ എന്നല്ല, അത് മോർഫഡ് ആയിട്ടുള്ള ഇത് വഴിയൊക്കെ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു ചെറ്റത്തരം തന്നെയാണ് അവർ കാണിച്ചതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ ഒരു സംഭവത്തിനകത്ത് ഇപ്പൊ ഈ പുള്ളിക്കാർ പറഞ്ഞേട്ടാ, അതായത് ഇപ്പൊ ആങ്കർ ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് മരിക്കണം എന്നുള്ള ആ ഒരു കാര്യം ഉറപ്പായിട്ട് ആ ഒരു സിറ്റുവേഷനകത്ത് നമുക്ക് അതേപോലുള്ള പല ചിന്തകളും നമ്മുടെ ഉള്ളിൽ കൂടെ വരും. പക്ഷെ അതൊക്കെ കടന്നിട്ട് പുള്ളിക്കാരി ഇപ്പൊ ഇവിടെ വന്ന് ഈ ഒരു നിലയിനകത്ത് എത്തിയില്ലേ, അത് എന്തായാലും പ്രൗഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ബാക്കി ഉണ്ടോ? നിങ്ങൾ സ്വന്തം സഹോദരിക്കോ ഒരു അമ്മയ്ക്കോ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും നമ്മളെ കളിയാക്കുമ്പോൾ. നമുക്കൊരു വിജയം വരുമ്പോഴത്തേക്കും കൂടെ നിൽക്കാൻ എല്ലാവരും കാണും. എല്ലാവരും മീൻസ് റിലേറ്റീവ്സ്, നമ്മളെ വിളിച്ച് തിരക്കാനായിട്ട് ആൾക്കാർ ഒത്തിരി പേര് കാണും. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും, ബാഡായിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ കൂടെ ആരും കാണത്തില്ല. ആരും നമുക്ക് നമ്മളെ ഉള്ളൂ. ആരും കാണത്തില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ ഇതേപോലുള്ള വീഡിയോസൊക്കെ നമുക്ക് അയച്ചു തരുന്നതും ഈ പറഞ്ഞ ബന്ധുക്കളും അതേപോലെ തന്നെ ഈ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഇരിക്കും. കാര്യം ആ ഒരു ടൈമിനകത്ത് നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെ ശരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവും, അതേപോലെ ആരൊക്കെ വെറുതെ നമ്മുടെ ഈ ഒരു പേരിന് വേണ്ടി നമ്മുടെ കൂടെ നടക്കണം എന്നൊക്കെ ആ ഒരു ടൈമിനകത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാര്യം അത്ര നാളും നമ്മുടെ കൂടെ അത്രയും ചങ്ങ് കരളെന്നൊക്കെ പറഞ്ഞ് നിന്നേച്ച ആൾക്കാരൊന്നും ചിലപ്പോൾ ആ ഒരു ടൈമിനകത്ത് കാണൂല. അപ്പൊ നമ്മൾ മാത്രം ഒറ്റയ്ക്ക് നമ്മുടെ മുറിനകത്ത് അടച്ചിട്ടിരുന്ന് കരയാൻ മാത്രമേ നമ്മളെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. പിന്നെ അതിനൊക്കെ ഓവർകം ചെയ്ത് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. കാര്യം ഇതേപോലത്തേക്ക് ഇപ്പോൾ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കാര്യം നമ്മളെങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ തന്നെ എത്ര പേരോട് മറുപടി പറയണം, എത്ര പേരോട്, അത് ഇമാതിരി വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമൊക്കെ ആകുമ്പോഴത്തേക്കും പല രീതിക്കുള്ള. അപ്പൊ അതൊരു സ്ത്രീയും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട, അത് അതിന്റെ ഇപ്പൊ ഒരു പുരുഷൻ ഉണ്ടാവുന്നതിനേക്കാളും നല്ല രീതിക്ക് എക്സ്ട്രീം ആയിരിക്കും ഒരു സ്ത്രീക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ. കാര്യം അതിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ജെൻഡർ ഇക്വാലിറ്റി അത് ഇതെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു സംഭവമൊക്കെ ഉള്ളത് തന്നെയാണ്. ബാക്കി കൂടെ നമുക്ക് കണ്ടുനോക്കാം. ഏറ്റവും ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തണം. എന്റെ പപ്പാനും അമ്മേനെയും എപ്പോഴും സന്തോഷമാക്കി വെക്കണം. ഇതുവരെയായിട്ട് ഞാനായിട്ട് എന്റെ പപ്പായ്ക്കും അമ്മയ്ക്കും ഒരു സന്തോഷം കൊടുത്തിട്ടില്ല. അതും നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇതേപോലെ ഒരു വീഡിയോയോ അതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ഒരു പുള്ളിക്കാരെ അനുഭവിച്ചത് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവരുടെ തന്നെ ഫാമിലീസ് ഇത് അഫക്ട് ചെയ്യണത് ഒരാൾക്ക് മാത്രമല്ല ഈ ഒരു സംഭവം അഫക്ട് ചെയ്യണത്, അവരുടെ ഫാമിലിക്കും എല്ലാവരെയാണ് ബാധിക്കണം. അപ്പൊ ഇത് ഇടുന്ന ഈ ചെറ്റകളൊന്നും ഇതൊന്നും അറിയുന്നില്ല. അവര് ചുമ്മാ വന്നിട്ട് ഇട്ടിട്ട് അവരുടെ ജീവിതം അങ്ങ് കൊളാക്കാം എന്നുള്ള ഉദ്ദേശത്തോടെയായിരിക്കും ഇവരത് ചെയ്യണത്. ഈ അപർണ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ ജീവിതം കൊളാക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കാം അവർ ചെയ്തത്. പക്ഷേ ഇത് അഫക്ട് ചെയ്യുന്ന വേറെയും പലരുണ്ട്. ഇതൊന്നും ആലോചിക്കാനാണ് ഇവർ ഈ പറഞ്ഞ പരിപാടിയൊക്കെ നടത്തണം. അപ്പൊ ഇതൊക്കെ പക്ക ഊളത്തരമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇമാതിരി പരിപാടിയൊക്കെ ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇല്ലാത്ത ഓരോന്നൊക്കെ ചെയ്ത് അത് പുറത്തിറക്കിയിട്ട് എന്നിട്ട് അയാളെയും മോശമാക്കി അയാളുടെ വീട്ടുകാരെയും മോശമാക്കി എന്തിനാണ് ഒരാളുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിക്കുള്ള പരിപാടിയാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് അതിപ്പോ ഈ പുള്ളിക്കാരിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ പുള്ളിക്കാരി എന്തൊക്കെ സ്ട്രഗിളിൽ കൂടെയാണ് കടന്നു വന്നതെന്ന്. ഇപ്പൊ ഡിപ്രഷനും അതേപോലെയുള്ള ഇഷ്ടംപോലെ അവസ്ഥയിൽ കൂടെ കടന്നു വന്നിട്ടുണ്ടാവും. പിന്നെ ഈ അപർണ എന്ന് പറഞ്ഞ പുള്ളിക്കാരനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ റീലൊക്കെ ഇട്ട് നല്ല രീതിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് മുന്നോട്ട്. അപ്പൊ പുള്ളിക്കാരുടെ ഇൻസ്റ്റഗ്രാമിനകത്ത് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മുമ്പോട്ട് പോകും. കാര്യം എന്തൊക്കെയാണെങ്കിലും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പലരും ഉണ്ടാവും കുറ്റം പറയാനാണെങ്കിലും കളിയാക്കാനാണെങ്കിലും ഇപ്പൊ കമന്റ് ബോക്സിനകത്താണെങ്കിലും പല രീതിക്കുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ പിന്നെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സമയത്തൊക്കെ നല്ല രീതിക്ക് ഉണ്ടായി. പക്ഷെ എന്നാൽ ഇപ്പോഴും ഉണ്ടാവും. ഇവർക്കാണെങ്കിൽ പല രീതിക്കുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോവാ. എന്താണ് സത്യമെന്നും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പൊ നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്താൻ മാത്രമേ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവുള്ളൂ. കാര്യം നമുക്കൊരു നല്ല കാലം വരുന്നത് ഒരിക്കലും ബാക്കിയുള്ളവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. എല്ലാവരും വെറുതെ നമ്മളെ കാണുമ്പോഴത്തേക്കും ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കുമായിരിക്കും. പക്ഷെ പുറകിനകത്ത് പോയിട്ട് എല്ലാവരും നമ്മുടെ കുറ്റം പറയാൻ മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് അത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.